ഹലോ ഗൈസ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പോക്കിമോൻ യുണൈറ്റ് വിന്റർ ടൂർണമെന്റ് 8.5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനൽസിൽ RNTX വേഴ്സസ് SA2 ആയിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. ബെസ്റ്റ് ഓഫ് 3 2 വേഴ്സസ് 1 എന്ന രീതിയിൽ RNTX ഇതിന്റെ ചാമ്പ്യന്മാരാവുകയും പോക്കിമോൻ യുണൈറ്റഡിന്റെ ഏഷ്യ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ആവുകയും ചെയ്തിട്ടുണ്ട്. ആൾറെഡി ഗോളിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ RNTX അങ്ങനെ രണ്ട് ഇന്ത്യൻ ടീമുകളാണ് ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. മാർച്ചിൽ നമുക്ക് ഈ ഒരു ഇവന്റ് ജപ്പാനിൽ വെച്ചിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന BGMA ലാൻഡ് ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. വേറെ ലെവൽ പെർഫോമൻസും ഒരു അബ്സല്യൂട്ട് സിനിമാറ്റിക് എൻഡിങ്ങും ആണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. അത്രയും അടിപൊളി മാച്ചുകളായിരുന്നു ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഒറാങ്കുട്ടാന്റെ വക ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഡേ 2 ലാസ്റ്റ് മാച്ചിൽ ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് അവർ നിർത്തി. ലാസ്റ്റ് ഡേയിൽ അവർ ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് അവർ തുടക്കം കുറിക്കുകയും ചെയ്തു. 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. മാച്ച് 2 നമുക്ക് കേണയന്റെ ഒരു മച്ച് നീഡഡ് പെർഫോമൻസ് ആണ് കാണാനായിട്ട് സാധിച്ചത്. തുടക്കം തന്നെ സോളിനെ തീർത്തുകൊണ്ട് തുടങ്ങി. പിന്നീട് റക്കനിങ്ങിനെയും നമ്മളെ ഗുജറാത്ത് ടൈഗേഴ്സിനൊക്കെ തീർത്തുകൊണ്ട് 20 ഫിനിഷസോട് കൂടിയുള്ള ഒരു 30 ബമ്പർ പെർഫോമൻസ് ആണ് കേണയന് മാച്ച് 2 കാഴ്ചവെച്ചത്. നിഞ്ച ബോയ് 8 ഫിനിഷസ് സ്വന്തമാക്കിയാൽ മാച്ച് 3 നമുക്ക് വിൻഗോഡിന്റെ വക 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് VST തീർത്തുകൊണ്ടാണ് അവർ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. മാച്ച് 4 സാൻഹോക്കിൽ നമുക്ക് ഗോളിലേക്കിന്റെയും മച്ച് നീഡഡ് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കേണയനെയും മെഡലി സ്പോർട്സിനും തീർത്തുകൊണ്ട് 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ഗോളിലേക്ക് സ്വന്തമാക്കിയത്. അഡ്മിനോ സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയാൽ മാച്ച് 5 വീക്കെൻഡിൽ കേണയന്റെ അടുത്തൊരു ചിക്കൻ ഡിന്നർ പെർഫോമൻസും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ ലാസ്റ്റ് റെഡ് റോസിനെയും വിൻഗോഡിനെയൊക്കെ തീർത്തുകൊണ്ട് 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. സ്ലഗ് സോളോ 6 ഫിനിഷസ് സ്വന്തമാക്കി. പിന്നീടുള്ളത് ലാസ്റ്റ് മാച്ചാണ് എല്ലാവരുടെയും മുന്നിൽ. ടോപ്പ് 5 ടീമുകൾക്കും ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാൻ പറ്റുന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആഷ് 1ഉം ആഷ് 5ഉം തമ്മിൽ വെറും 13 പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളായിരുന്നു ലാസ്റ്റ് മാച്ചിലേക്ക് എത്തും. അപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ആര് ടോപ്പ് പെർഫോമൻസ് ചെയ്യുന്നു അവർക്ക് ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാൻ പറ്റുന്നുള്ള രീതിയിലായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഒറാങ്കുട്ടാന് കേണനായിട്ട് ഡ്രോപ്പ് ഫൈറ്റ് വരികയും ഒറാങ്കുട്ടാന്റെ 2 പ്ലേയേഴ്സ് നഷ്ടമായി. അപ്പോൾ ഒറാങ്കുട്ടാന്റെ ആ ഒരു ചാമ്പ്യൻ പട്ടം ആ ഒരു സാധ്യത ഇല്ലാതായി. പിന്നീട് ഗോളിലേക്കിനെ സോള് ബാക്ക് കൂടി തീർത്ത് കളയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഗോഡലിന്റെ സ്വപ്നവും അവിടെ ഇല്ലാതായി. പിന്നീട് കേണൈന് സ്ലഗ് റെവനന്റ് എക്സ്പാർക്കിനെ ഒരു അടിപൊളി 1v4 ക്ലച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗെയിം പ്ലേ വീഡിയോസ് ഒക്കെ നമ്മൾ ജൂനിയർ ഗെയിമിങ്ങിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നമുക്ക് ലാസ്റ്റ് ഒമേഗയുടെ ഒരു അടിപൊളി ക്ലച്ചും കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ആ ക്ലച്ച് ഒമേഗക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഏകദേശം 9ഓളം ഫിനിഷസുകൾ കേണയനും സ്വന്തമാക്കിയാൻ ഫൈനൽ ഫൈറ്റ് എന്ന് പറയുന്നത് VST വേഴ്സസ് ഗോഡ്സ്ട്രെയിൻ ആയിരുന്നു. അവിടെ 6 ചിക്കൻ ഡിന്നർ സ്വന്തമാക്കുന്ന രീതിയിലായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത്. അവിടെ ഗോഡ്സ്ട്രെയിന് ആ ഒരു ചിക്കൻ ഡിന്നർ 20 പോയിന്റാണ് VSTയെ തീർത്തുകൊണ്ട് ഗോഡ്സ്ട്രെയിന് അവിടെ സ്വന്തമാക്കിയത്. അങ്ങനെ ഈ ഒരു ESL ലാൻഡ് ഫൈനൽസിലെ ചാമ്പ്യന്മാരും ഗോഡ്സ്ട്രെയിൻ ആയിരിക്കുകയാണ്. കേണയനെ വെറും 2 പോയിന്റിന്റെ ഡിഫറൻസിലാണ് നമ്മളുടെ ആ ഒരു ഗോഡ്സ്ട്രെയിൻ തകർത്ത് വിട്ടത്. VST ആ ഒരു ലാസ്റ്റിലേക്ക് ആ ഒരു ചിക്കൻ അടിച്ചിരുന്നെങ്കിൽ കേണയനായനെ ചാമ്പ്യന്മാർ. പക്ഷെ ഗോഡ്സ്ട്രെയിൻ ട്രോഫി മാഗ്നറ്റ് ഡെസ്ട്രോ ഈസ് ബാക്ക്. 2023 ആ ഒരു ഡോമിനേഷന് ശേഷം 2024 കുറച്ച് ഡൗൺഫോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ 2025 വമ്പൻ കംബാക്കോട് കൂടിയിട്ട് ഡെസ്ട്രോ തിരിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രൂഷ്യൽ മാച്ചുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു IGL ആണ് നമ്മളുടെ ഡെസ്ട്രോ എന്ന് പറയുന്നത്. ഇതിനു മുന്നും ലാസ്റ്റ് മാച്ചുകൾ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ലാനിൽ കപ്പ് അടിച്ചിട്ടുള്ളൊരു IGLും ടീമുമാണ് ഡെസ്ട്രോയുടെ ടീം എന്ന് പറയുന്നത്. അത് വീണ്ടും ഡെസ്ട്രോ തെളിയിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലും ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ട് ESL ലാൻഡ് ഫൈനൽസിലെ ചാമ്പ്യന്മാരായ ഒപ്പം 50 ലക്ഷം രൂപയുമാണ് അവർ സ്വന്തമാക്കിയത്. സെക്കൻഡ് എത്തി നമ്മളെ കേണയനാണ്. വേറെ ലെവൽ ഡോമിനേഷൻ ആണ് ഈ ഒരു ടീം കാഴ്ചവെച്ചിട്ടുള്ള. അഗ്രഷന്റെ കാര്യത്തിലാണെങ്കിലും സോൺ പ്രൊഡിക്ഷന്റെ കാര്യത്തിലാണെങ്കിൽ വേറെ ലെവലായിരുന്നു. അതിന്റെ ഒമേഗയുടെ ആ ഒരു കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കറിയാം, ഒമേഗയുടെ ടീമിനെ ചൊല്ലി ഒരുപാട് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ മുൻപ് ഉണ്ടായിരുന്നു. പിന്നീടാണ് പുതിയൊരു ലൈനപ്പുമായിട്ട് ഒമേഗ എത്തിയത്. വീണ്ടും ആ ഒരു ആഷ് 2 പൊസിഷനിലേക്ക് അവരെത്തി. ഈ ഒരു പ്ലേയേഴ്സ് സ്ലഗും
നിഞ്ചാബോയും ബീസ്റ്റും നമ്മളെ BGISലും ആ ഒരു സെക്കൻഡ് പൊസിഷനിലായിരുന്നു. ലാസ്റ്റ് മാച്ചിലെ പെർഫോമൻസിലായിരുന്നു അവർക്ക് ആ ഒരു ചാമ്പ്യൻ പട്ടം BGISൽ നഷ്ടമായിരുന്നത്. ഇത്തവണയും ആ ഒരു ലാസ്റ്റ് മാച്ചിലെ ആ ഒരു കുറച്ച് പോയിന്റിന്റെ ഡിഫറൻസിൽ അവർക്ക് വീണ്ടും ആ ഒരു ചാമ്പ്യൻ പട്ടം നഷ്ടമായിരിക്കുകയാണ്. സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 20 ലക്ഷം രൂപ അവരും സ്വന്തമാക്കി. ആൻഡ് ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ നമ്മളുടെ സോമരാജിന്റെ VST ആണ് ആ ഒരു തേർഡ് പൊസിഷനിലേക്ക് എത്തിയത്. 143 പോയിന്റോടെ 8 ലക്ഷം രൂപ അവരും സ്വന്തമാക്കി. അഞ്ചാം സ്ഥാനത്ത് ഗോളിലേക്ക് ഫിനിഷ് ചെയ്തു. 131 പോയിന്റാണ്. ലാസ്റ്റ് മാച്ചിലേക്ക് എത്തുമ്പോൾ അവർക്കും അവർ കപ്പടിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ മാച്ചുകൾ ഉണ്ടായി. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എന്തായാലും വേറെ ലെവൽ കംബാക്കാണ് നമുക്ക് ഗോഡ്ലൈക്കിന്റെ ഭാഗത്തുനിന്നും കാണാനായിട്ട് സാധിച്ചത്. എസ്പെഷ്യലി ഇന്നലെ അഡ്മിനോ വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. ആൻഡ് ജോണത്തൻ ഒന്നും പറയാനില്ല. ആ ഒരു 2019 മുതൽ അല്ലെങ്കിൽ ആ ഒരു സമയം മുതൽ ഇപ്പോൾ വരെ ആ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസും അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ഫ്രാഗ് ലിസ്റ്റിൽ എത്താനുള്ള ലെവലുള്ള പെർഫോമൻസ് നമുക്ക് ജോണത്തന്റെ ഭാഗത്തുനിന്നും കാണാനായിട്ട് സാധിച്ചു. ആൻഡ് കാർണിവൽ ഗെയിമിംഗ് ഗെയ്സ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാർണിവൽ ഗെയിമിങ്ങിന് നടന്നത്. ഫസ്റ്റ് ഡേയിലൊക്കെ നല്ല പെർഫോം ചെയ്യും, ലാസ്റ്റ് ഡേയിൽ ചോക്കാവുന്ന നമുക്ക് കാണാറുണ്ട്. ഇത്തവണയും അത് ചോക്കാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഡേ 1ൽ ആഷ് 1ലുള്ള ടീം 6ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ സൈറക്സ് 2-3 മാച്ചുകൾ കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് ടൈമാണ് സൈറക്സ് ലാനിവെന്റിൽ കളിക്കുന്ന 2-3 ഫിനിഷസുകളും സൈറക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ 7ാം സ്ഥാനത്താണ് സോള് ഫിനിഷ് ചെയ്ത് 94 പോയിന്റുമായിട്ട്. 15ാം സ്ഥാനത്താണ് RNTX ഫിനിഷ് ചെയ്ത് 59 പോയിന്റുമായിട്ട്. ടോപ്പ് ഫ്രാഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ എസ്പവർ MVP ആയിരിക്കുകയാണ് 36 ഫിനിഷസുമായിട്ട്. ഏത് ടൂർണമെന്റ് എടുത്താലും എസ്പവർ ആ ഒരു ടോപ്പ് ഫ്രാഗ് ലിസ്റ്റിൽ ഉണ്ടാവും. അത്രയും ലെവൽ പെർഫോമൻസ് ആണ് എസ്പവറിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കാറ്. 3ാം സ്ഥാനത്ത് ദ ഗോട്ട് ജോനതൻ നിൽക്കുന്നുണ്ട് 33 ഫിനിഷസുമായിട്ട്. വേറെ ലെവൽ പെർഫോമൻസ് ജോനതനും കാഴ്ചവെച്ചു. അങ്ങനെ ഈ ഒരു ലാൻഡ് അവസാനിച്ചു. ഇനി നമ്മുടെ മുന്നിലുള്ള BGIS ആണ്. 5ാം തീയതി മുതൽ തന്നെ BGISന്റെ ഗ്രൈൻഡ് മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോൾ കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.